നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കണ്ണൂർ എഡിഎമായിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട കുടുംബം. നെന്മാറ ഇരട്ട കൊലപാതകം ദീർഘനാളത്തെ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പാലക്കാട് എസ്പി അജിത് കുമാർ. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് ശനിയാഴ്ച കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും. മദ്യകുംഭകോണത്തിന്റെ ശില്പികൾ അരവിന്ദ് കെജ്രിവാളിനെയും മനീഷ് സിസോദിയെയും കടന്നാക്രമിച്ച രാഹുൽ ഗാന്ധി. ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് മദ്യനിർമ്മാണ പ്ലാന്റുകൾ അനുവദിച്ചത് ആരോടും ചർച്ച ചെയ്യാതെയെന്ന് പ്രതിപക്ഷ നേതാവ്. വാർത്തകൾ വിശദമായി. കണ്ണൂർ എഡിഎമായിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട അപ്പീലുമായി കുടുംബം. സിബിഐ അന്വേഷണം വേണ്ടെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ നവീൻ ബാബുവിന്റെ ഭാര്യ കെ മഞ്ജുഷ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. വസ്തുതകൾ പരിഗണിക്കാതെയാണ് സിംഗിൾ ബെഞ്ച് വിധിയെന്നാണ് കുടുംബത്തിന്റെ പ്രധാന വാദം. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധിയിൽ പിഴവുകളുണ്ട്. സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ വിശ്വാസ്യതയില്ല. ഭരണകക്ഷി നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ ആളാണ് പ്രതിസ്ഥാനത്ത്. സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണത്തെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്നും കുടുംബം ആരോപിക്കുന്നു. അപൂർവ സാഹചര്യമാണ് കേസിലുള്ളത്. നവീൻ ബാബുവിന്റെ മരണത്തിൽ സുതാര്യവും സത്യസന്ധവുമായ അന്വേഷണം വേണം. കുടുംബത്തിന് നീതി ലഭിച്ചുവെന്ന് പൊതുസമൂഹത്തിന് കൂടി ബോധ്യപ്പെടാനാകണം. നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിലെ രക്തസാന്നിധ്യത്തിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വഴി ഉത്തരം ലഭിച്ചില്ല. ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്മേൽ സംശയമുയർത്തുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയത് ശരിയായ രീതിയിലായിരുന്നില്ല. ആത്മഹത്യയെങ്കിൽ ഉമിനീര് പുറത്തു വരുമായിരുന്നു. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഇക്കാര്യത്തിലും നിശബ്ദ പാലിക്കുന്നുവെന്നാണ് കുടുംബത്തിന്റെ വാദം. കേസ് ഡയറിയും ഇൻക്വസ്റ്റ് റിപ്പോർട്ടും സിംഗിൾ ബെഞ്ച് ശരിയായി പരിശോധിച്ചില്ല. കേസിൽ സിബിഐ അന്വേഷണം അനിവാര്യമാണെന്നുമാണ് കെ മഞ്ജുഷയുടെ ഹർജിയിലെ വാദം. ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന PP ദിവ്യയാണ് ആത്മഹത്യാ പ്രേരണ കേസിലെ പ്രതി. പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയ നവീൻ ബാബുവിന്റെ യാത്രയപ്പ് യോഗത്തിൽ അദ്ദേഹത്തെ അഴിമതിക്കാരനായി ചിത്രീകരിച്ച് ദിവ്യ പ്രസംഗിച്ചിരുന്നു. പിറ്റേന്ന് ഒക്ടോബർ 15-ന് പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിലാണ് നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ ദീർഘനാളത്തെ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പാലക്കാട് എസ്പി അജിത് കുമാർ. കൊല ചെയ്തതിൽ പ്രതിക്ക് യാതൊരു കുറ്റബോധവുമില്ല. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം പ്രതിയുടെ സാന്നിധ്യത്തിൽ കുറ്റകൃത്യം പുനരാവിഷ്കരിക്കുമെന്നും പോലീസ് മാധ്യമങ്ങളോട് വിശദീകരിച്ചു. ഇന്നലെ രാത്രി ഏകദേശം 10 to 10:30 മണി ആ സമയത്തിനുള്ളിൽ പോലീസ്ക്ക് പിടികൂടാൻ സാധിച്ചു. ഒരു സെൻസേഷണൽ കേസായിരുന്നു. ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പോലീസ് എല്ലാം എഫേർട്ട് എടുത്തു. ഒരു ഇൻഫർമേഷൻ ഞങ്ങൾ കൃത്യമായിട്ട് വെരിഫൈ ചെയ്തു. പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് കുറേ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ കുറേ ഇൻഫർമേഷൻ ആയിരുന്നു സെയിങ് ദാറ്റ് ഇയാൾക്ക് ഒരു കോഴിക്കോടിൽ കണ്ടു, ഇയാൾക്ക് ബാംഗ്ലൂരിൽ കണ്ടു, ഇയാൾക്ക് മറ്റ് ഒരു കോളനി ഭാഗത്ത് കണ്ടു. എല്ലാം ഞങ്ങൾ വെരിഫൈ ചെയ്തിട്ട് പോയി. പക്ഷേ ഫൈനലി ഇയാളുടെ വീടിൻ്റെ അടുത്ത് തന്നെ നിയർ ബൈ ഹിസ് ഹൗസ് ഫ്രം ദ പാഡി ലാൻഡ് ആ സ്ഥലത്തിൽ നിന്ന് നമ്മുടെ ഡിപ്ലോയ് ചെയ്തിട്ടുള്ള പോലീസ് പേഴ്സൺ പിടികൂടാൻ സാധിച്ചു. ഇന്നലെ രാത്രി വീടിനടുത്തുള്ള വയലിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു. പല ഇടങ്ങളിൽ നിന്നായി പ്രതിയെക്കുറിച്ച് വിവരങ്ങൾ ലഭിച്ചിരുന്നു. മൊഴികൾ വിശദമായി പരിശോധിക്കും. രാവിലെ 10 മണിയോടെയാണ് കൊലപാതകം നടത്തിയ പ്രതി വീടിന്റെ പിറകുവശം വഴിയാണ് രക്ഷപ്പെട്ടത്. ഭക്ഷണം കിട്ടാതായതോടെ ചെന്താമര മലയിറങ്ങി. കുറെ കാലമായുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് കാരണം. 2019-ലെ കൊലപാതകത്തിന് ശേഷവും വൈരാഗ്യമുണ്ടായിരുന്നു. ചെന്താമരയുടെ ഭാര്യ അദ്ദേഹത്തെ വിട്ടുപോകാൻ കാരണം സുധാകരന്റെ കുടുംബമാണെന്ന് വിശ്വസിച്ചു. മന്ത്രവാദിയെ കണ്ടിട്ടില്ലെന്ന് ചെന്താമര പറഞ്ഞെങ്കിലും അത് വിശ്വാസയോഗ്യമല്ലെന്നും പോലീസ് വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തും. ആസൂത്രിതമായാണ് കൊലപാതകം നടത്തിയതെന്നും പാലക്കാട് SP വ്യക്തമാക്കി. കൊലപാതകം നടത്തിയ ശേഷം വിഷം കഴിച്ചുവെന്ന ചെന്താമരയുടെ മൊഴി തെറ്റിദ്ധരിപ്പിക്കാനാണെന്നും പോലീസ് പറഞ്ഞു. വൈദ്യപരിശോധനയിൽ അക്കാര്യം കണ്ടെത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 1 മാസമായി ചെന്താമര വീട്ടിൽ വരുന്നുണ്ട്. ജാമ്യത്തിലിറങ്ങിയ ശേഷം കോഴിക്കോട്ടെ ഒരു ക്വാറിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. സ്വയം ഒരു കടുവയെ പോലെയാണ് ചെന്താമര അദ്ദേഹത്തെ കണ്ടത്. എല്ലാ കാര്യത്തിലും നല്ല പദ്ധതികളുണ്ടായിരുന്നു. എല്ലാം ആസൂത്രിതമാണെന്നും പാലക്കാട് SP പറഞ്ഞു. 2-3 ഫോണുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രതി സന്തോഷമാണ് പ്രകടിപ്പിക്കുന്നത്. ഒരു തരത്തിലുള്ള കുറ്റബോധവുമില്ല.
ഏറെക്കാലം ലോറി ഡ്രൈവറായിരുന്നു. 6ാം ക്ലാസ് വരെ പഠിച്ചെന്നാണ് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞ് പോലീസ് തെരച്ചിൽ നടത്താൻ സഹായിച്ച നാട്ടുകാർക്കും നന്ദി പറഞ്ഞു. 3ാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് ശനിയാഴ്ച കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും. നികുതിയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളാണ് സാധാരണക്കാർ ഉറ്റുനോക്കുന്നത്. നിലവിലെ ആദായ നികുതി സ്ലാബിൽ മാറ്റം വരുത്തുവാൻ സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള നടപടികളുണ്ടാകുമോ എന്നതും ആകാംക്ഷയാണ്. നിലവിലെ ആദായ നികുതിദായകരിൽ 72% പേരും പുതിയ നികുതി സമ്പ്രദായത്തിലേക്ക് മാറിയിട്ടുണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക്. പുതിയ ആദായ നികുതി സ്കീം പ്രകാരം നിലവിൽ 3 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ആദായ നികുതി ഇല്ല. എന്നാൽ ഇത്തവണത്തെ ബജറ്റിൽ അത് 5 ലക്ഷമായി ഉയർത്തണമെന്ന ആവശ്യം ശക്തമാണ്. പഴയ നികുതി വ്യവസ്ഥയിൽ 2.50 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവരാണ് നികുതി ബാധ്യത ഇല്ലാത്തവർ. അതും 5 ലക്ഷം രൂപയായി ഉയർത്തണമെന്ന ആവശ്യമുണ്ട്. പുതിയ നികുതി വ്യവസ്ഥയ്ക്ക് കീഴിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 രൂപയിൽ നിന്ന് 1.50 ലക്ഷം രൂപയായും പഴയ നികുതി വ്യവസ്ഥയ്ക്ക് കീഴിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപയിൽ നിന്ന് 1 ലക്ഷം രൂപയായി ഉയർത്തണമെന്ന ആവശ്യവും സർക്കാരിന് മുന്നിലുണ്ട്. നികുതി നൽകേണ്ട വരുമാനം 7 ലക്ഷം രൂപയിൽ നിന്ന് 10 ലക്ഷം രൂപയാക്കാൻ ധനമന്ത്രി നിർമ്മല സീതാരാമൻ തയ്യാറാകുമോ എന്നതും ഇന്ത്യൻ മധ്യവർഗം ഉറ്റുനോക്കുന്നു. രാജ്യത്തെ മധ്യവർഗത്തിന് മേൽ അമിത നികുതി ഭാരം കേന്ദ്രം അടിച്ചേൽപ്പിക്കുന്നുവെന്ന വിമർശനം ശക്തമാണ്. ദില്ലി തെരഞ്ഞെടുപ്പിലടക്കം ഈ വിമർശനം AAP ഉൾപ്പെടെ ഉന്നയിക്കുന്നു. മധ്യവർഗ വോട്ടുകൾ നിർണായകമായ ദില്ലി പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ദിവസങ്ങൾ മാത്രം നിൽക്കെ അവതരിപ്പിക്കാനിരിക്കുന്ന ബജറ്റിൽ നികുതി ഭാരം കുറയ്ക്കാൻ ഇടപെടലുണ്ടാകുമോ എന്നതാണ് വ്യക്തമാകേണ്ടത്. പരമാവധി ആളുകളെ പുതിയ ഘടനയിലേക്ക് എത്തിക്കാനായി പഴയ നികുതി വ്യവസ്ഥ ഘട്ടം ഘട്ടമായി അവസാനിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിനാൽ തന്നെ പഴയ നികുതി വ്യവസ്ഥയിൽ ഇനി പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. നിലവിൽ പഴയ നികുതി വ്യവസ്ഥയിൽ മാത്രമുള്ള ഭവന വായ്പ പോലുള്ള ചില ഇളവുകളും ഇത്തവണത്തെ ബജറ്റോടെ പുതിയ നികുതി വ്യവസ്ഥയിൽ എത്തിയേക്കുമെന്നാണ് സൂചന. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം കലാശക്കൊട്ടിലേക്ക് നീങ്ങുന്നതിനിടെ മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിനെയും മനീഷ് സിസോദിയും കടന്നാക്രമിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കെജ്രിവാളിനെയും സിസോദിയും മദ്യകുംഭകോണത്തിന്റെ ശില്പികളെന്ന് വിശേഷിപ്പിച്ച രാഹുൽ കേജ്രിവാളിനെതിരെ BJP പ്രധാന പ്രചരണ ആയുധമാക്കുന്ന ശീഷ് മഹൽ വിവാദവും ആവർത്തിച്ചു. ആരോഗ്യ കാരണങ്ങളാൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് 2 ആഴ്ചയിലേറെയായി വിട്ടുനിന്ന രാഹുൽ ഇന്നലെ പൂർവാധികം ശക്തിയോടെ തിരിച്ചെത്തിയാണ് പട്ഗഞ്ചിൽ നടന്ന കോൺഗ്രസിന്റെ റാലിയിൽ AAPക്കും BJPക്കുമെതിരെ രൂക്ഷ വിമർശനങ്ങൾ ചൊരിഞ്ഞത്. കേജ്രിവാൾ ആദ്യമായി മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുമ്പോൾ ഒരു ചെറിയ കാറായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതെന്നും രാഹുൽ ഓർമ്മിപ്പിച്ചു. പുതിയൊരു തരം രാഷ്ട്രീയം അവതരിപ്പിക്കുമെന്നും അന്ന് കേജ്രിവാൾ പ്രഖ്യാപിച്ചു. ഡൽഹിയെ വലിയ തോതിൽ മാറ്റിമറിക്കുമെന്ന വാഗ്ദാനമുണ്ടായി. എന്നാൽ ഡൽഹിയിലെ സാധാരണ ജനങ്ങൾക്ക് അദ്ദേഹത്തെ ആവശ്യമുള്ളപ്പോൾ അദ്ദേഹത്തെ എവിടെയും കണ്ടില്ല. ഡൽഹിയിൽ കലാപം നടന്നപ്പോൾ അദ്ദേഹത്തെ എവിടെയും കാണാനില്ലായിരുന്നു. അഴിമതിരഹിത ഭരണം പ്രഖ്യാപിച്ച കേജ്രിവാളും സംഘവും രാജ്യത്തെ ഏറ്റവും വലിയ മദ്യ കുംഭകോണ കേസിൽ പ്രതികളായതും ഡൽഹിയിലെ ജനങ്ങൾ കണ്ടുവെന്നും രാഹുൽ ആരോപിച്ചു. രാഹുൽ ഗാന്ധിക്ക് മറുപടിയുമായി രാത്രിയോടെ കേജ്രിവാളും രംഗത്തു വന്നു. മദ്യക്കച്ചവടം പോലുള്ള വ്യാജ കേസുകളുണ്ടാക്കി പോലും മോദിജി ആളുകളെ ജയിലിലടയ്ക്കുന്നു. നാഷണൽ ഹെറാൾഡ് പോലുള്ള സത്യമായ കേസുകളിൽ നിങ്ങളെയും കുടുംബത്തെയും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? റോബർട്ട് വാദ്രയ്ക്ക് BJPയിൽ നിന്ന് ക്ലീൻ ചിറ്റ് എങ്ങനെ ലഭിച്ചു? ഭയത്തെയും ധൈര്യത്തെയും കുറിച്ച് നിങ്ങൾ പ്രസംഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ആരാണ് ഭീരുവെന്നും ആരാണ് ധീരനെന്നും രാജ്യത്തിനെ അറിയാമെന്നും കേജ്രിവാൾ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മദ്യനയ കേസിൽ അറസ്റ്റിലായി ജയിലിലടയ്ക്കപ്പെട്ടപ്പോൾ കേജ്രിവാളിനെയും സിസോദിയ ഉൾപ്പെടെയുള്ള നേതാക്കളെയും പിന്തുണച്ച രാഹുൽ ഗാന്ധി ഇന്നലെ AAPക്കെതിരെ തിരിഞ്ഞത് ശ്രദ്ധേയമാണ്. കേജ്രിവാളിനെതിരെ കോൺഗ്രസിനായി സന്ദീപ് ദീക്ഷിത് മത്സരിക്കുന്ന ന്യൂഡൽഹി മണ്ഡലം AAP സ്ഥാനാർത്ഥിയായി സിസോദിയ വീണ്ടും ജനവിധി തേടുന്ന പട്ഗഞ്ച് എന്നിവിടങ്ങളിലാണ് രാഹുൽ ഇന്നലെ റാലി നടത്തിയത്. വരും ദിനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ രാഹുൽ സജീവമാകുമെന്ന് കോൺഗ്രസ് അറിയിച്ചു. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കോൺഗ്രസും AAPയും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരസ്പരം മത്സരിക്കുകയാണ്. സഖ്യത്തിന്റെ ഭാഗമായുള്ള മറ്റു ചില പാർട്ടികൾ AAPക്കാണ് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് മദ്യനിർമ്മാണ പ്ലാന്റുകൾ അനുവദിച്ചത് ആരോടും ചർച്ച ചെയ്യാതെയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മന്ത്രിസഭാ യോഗ പരിഗണനയ്ക്ക് വന്ന കുറിപ്പ് ഇതിന് തെളിവാണെന്നും
മറ്റൊരു വകുപ്പുമായും ഇത് ആലോചിച്ചിട്ടില്ലെന്നും മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വന്ന കുറിപ്പിൽ എക്സൈസ് മന്ത്രി രേഖപ്പെടുത്തിയതായി വി ഡി സതീശൻ ആരോപിച്ചു. ധനകാര്യം, ജലവിഭവം, വ്യവസായം, തദ്ദേശം എന്നീ വകുപ്പുകളുമായി പോലും പ്രാഥമിക ചർച്ച നടന്നിട്ടില്ലെന്നും എന്തിനാണ് ഈ ഫയൽ നീക്കിയതെന്നും വി ഡി സതീശൻ ചോദിച്ചു. ഇതു സംബന്ധിച്ച ക്യാബിനറ്റ് നോട്ടും പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചരണം നടക്കവേ കഴിഞ്ഞ വർഷം നവംബർ 8-നാണ് ഫയൽ മന്ത്രിസഭാ യോഗത്തിനെ സമർപ്പിക്കാനുള്ള ഉത്തരവ് മുഖ്യമന്ത്രി നൽകുന്നത്. മറ്റൊരു വകുപ്പിന്റെയും അനുമതി തേടുകയോ ആശയവിനിമയം നടത്തുകയോ ചെയ്തിട്ടില്ലെന്ന് ഈ ഫയൽ വ്യക്തമാക്കുന്നു. സർക്കാരിലോ മുന്നണിയിലോ ആലോചിക്കാതെ മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും ചേർന്നാണ് ഈ വിവാദ തീരുമാനം എടുത്തതെന്ന പ്രതിപക്ഷവാദം അക്ഷരം പ്രതി ശരിവെക്കുന്നതാണ് മന്ത്രിസഭാ യോഗത്തിന്റെ കുറിപ്പ്. ഇതേ കമ്പനിയുടെ ഉടമ ഡൽഹി മദ്യനയക്കോഴക്കേസിൽ അറസ്റ്റിലായതും ഹരിയാനയിൽ 4 കിലോമീറ്റർ ദൂരത്തിൽ ബോർവെല്ലിലൂടെ മാലിന്യം തള്ളി ഭൂഗർഭജലം മലിനപ്പെടുത്തിയതിനെ നിയമ നടപടി നേരിടുന്നതും മുഖ്യമന്ത്രി ബോധപൂർവം മറച്ചുവെച്ചു. എന്നാൽ എക്സൈസ് മന്ത്രി നിരന്തരം ആവർത്തിക്കുന്ന ഒരു വാദം മന്ത്രിസഭ നോട്ടിൽ പൊളിയുന്നുണ്ട്. മദ്യ ഉൽപാദനത്തിനാവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പ്രോത്സാഹനം നൽകുമെന്ന് മാത്രമാണ് 2023-24 മദ്യനയത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യം മന്ത്രിസഭാ യോഗത്തിനു മുന്നിൽ വന്ന കുറിപ്പിൽ സമ്മതിക്കുന്നുമുണ്ട്. ഈ ഒരൊറ്റ തീരുമാനത്തിന്റെ ബലത്തിലാണ് എഥനോൾ പ്ലാന്റ്, മൾട്ടി ഫീഡ്സ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ്, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ ബോട്ട്ലിംഗ് യൂണിറ്റ്, ബ്രൂവറി, മാൾട്ട് സ്പിരിറ്റ് പ്ലാന്റ്, വൈൻ പ്ലാന്റ് എന്നിവയ്ക്ക് ഒറ്റയടിക്ക് അനുമതി നൽകിയത്. വിഷയത്തിൽ LDF ഘടകകക്ഷികളുടെ അഭിപ്രായമറിയാൻ താൽപര്യമുണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു. ബഹിരാകാശ രംഗത്ത് പുതുചരിത്രമെഴുതി ISRO. ഗതിനിർണയ ഉപഗ്രഹമായ NVS-02 വിക്ഷേപണം പരിപൂർണ വിജയം. രാവിലെ 6:23 ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ രണ്ടാം വിക്ഷേപണ തറയിൽ നിന്നാണ് GSLV F-15 NVS-02 കുതിച്ചുയർന്നത്. വിക്ഷേപണം നടന്ന 19 മിനിറ്റിനുള്ളിൽ ഉപഗ്രഹത്തെ നിർണായക ഭ്രമണപഥത്തിലെത്തിച്ചു. ISROയുടെ ചെയർമാനായി നാരായണൻ ചുമതലയേറ്റ ശേഷം നടക്കുന്ന ആദ്യ ദൗത്യം കൂടിയാണിത്. സ്ഥാനനിർണയം, നാവിഗേഷൻ, സമയം എന്നിവയുടെ കൃത്യതയ്ക്കായി ISRO വികസിപ്പിച്ച 7 ഉപഗ്രഹങ്ങളുടെ ശ്രേണിയാണ് നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ. മലയാളിയായ തോമസ് കുര്യനായിരുന്നു GSLV F-15 NVS-02 മിഷൻ ഡയറക്ടർ. 2250 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹത്തെ 322.93 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ എത്തിക്കുകയായിരുന്നു ലക്ഷ്യം. GPS-ന് സമാനമായി സ്റ്റാൻഡേർഡ് പൊസിഷൻ സർവീസസ് സേവനം ലഭ്യമാക്കുന്നത് നാവിക് ആണ്. രാജ്യവും അതിർത്തിയിൽ നിന്ന് 1500 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശവും പരിധിയിൽ വരും. NVS-01 കഴിഞ്ഞ വർഷം മെയിൽ വിക്ഷേപിച്ചിരുന്നു. ഗതിനിർണയ രംഗത്ത് അമേരിക്കയുടെ GPS-നെ കനത്ത വെല്ലുവിളി സൃഷ്ടിക്കാൻ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച അത്യാധുനിക നാവിഗേഷൻ സംവിധാനമാണ് നാവിക്. നാവിക് സിഗ്നലുകൾ പൊതുജനങ്ങൾക്ക് മൊബൈൽ ഫോണിൽ ലഭ്യമാക്കാൻ കഴിയുന്ന L1 ബാൻഡിലുള്ള 7 നാവിഗേഷൻ സാറ്റലൈറ്റുകളാണ് ഇസ്രോ വിക്ഷേപിക്കാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത്. 7 എണ്ണത്തിൽ 2 കൃത്രിമ ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണം ഇന്നത്തോടെ പൂർത്തിയായി. അമേരിക്കയുടെ GPS-നെയും റഷ്യയുടെ ഗ്ലാനോസിനെയും ചൈനയുടെ ബേദൌയെയും യൂറോപ്യൻ യൂണിയന്റെ ഗലീലിയെയും വെല്ലുന്ന നാവിഗേഷൻ സംവിധാനമാണ് ISRO അണിയിച്ചൊരുക്കുന്ന നാവിക്. എല്ലാത്തരം ഗതാഗത സംവിധാനങ്ങൾക്കും ലൊക്കേഷൻ അധിഷ്ഠിത സേവനങ്ങൾക്കും സർവേകൾക്കും നാവിക് ഗുണം ചെയ്യും. 1979 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ഇസ്രോ ആദ്യ വിക്ഷേപണം നടത്തിയത്. അന്നത്തെ കന്നി ദൗത്യ സ്വപ്നങ്ങൾ 317 സെക്കൻഡിൽ ബംഗാൾ ഉൾക്കടലിൽ അസ്തമിച്ചു. എന്നാൽ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കുതിച്ച ISRO 4 വീതം SLV-3 SLV വിക്ഷേപണങ്ങളും 62 PSLV വിക്ഷേപണങ്ങളും 17 GSLV വിക്ഷേപണങ്ങളും 7 LVM-3 വിക്ഷേപണങ്ങളും 3 SSLV വിക്ഷേപണങ്ങളും ഓരോ RLV ഹെക്സ് ടെസ്റ്റ് വെഹിക്കിൾ പാറ്റ് വിക്ഷേപണങ്ങളും ശ്രീഹരിക്കോട്ടയിൽ നടത്തി വിജയഗാഥ രചിച്ചു. ബഹിരാകാശ നിലയത്തിൽ നിന്ന് നാസയുടെ ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസിനെയും ബാരി വിൽമറിനെയും തിരികെ കൊണ്ടുവരുവാൻ സ്പേസ് എക്സിനോട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടതായി ഇലോൺ മസ്ക്. എക്സിലൂടെയാണ് മസ്ക് ഇക്കാര്യം പങ്കുവച്ചത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ബഹിരാകാശ സഞ്ചാരികളെ കഴിയുന്നത്ര വേഗത്തിൽ തിരിച്ചെത്തിക്കാൻ സ്പേസ് എക്സിനോട് ട്രംപ് ആവശ്യപ്പെട്ടു. ഞങ്ങൾ അത് ചെയ്യും.
അവരെ തിരിച്ചെത്തിക്കാൻ ബൈഡൻ ഭരണകൂടം ഇതുവരെ ഒന്നും ചെയ്യാതിരുന്നത് ഭയങ്കരം തന്നെ, ഇലോൺ മസ്ക് എക്സിൽ കുറിച്ചു. ബൈഡൻ ഭരണകൂടം തിരികെ കൊണ്ടുവരാത്തതിനാൽ ബഹിരാകാശത്ത് തുടരുന്ന 2 ധീരരായ ബഹിരാകാശ യാത്രികരെ തിരികെ എത്തിക്കാൻ ഇലോൺ മസ്കിനോടും സ്പേസ് എക്സിനോടും താൻ ആവശ്യപ്പെട്ടതായി സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് വ്യക്തമാക്കി. രണ്ടുപേരും കുറേ മാസങ്ങളായി അന്താരാഷ്ട്ര നിലയത്തിൽ കാത്തിരിക്കുകയാണ്. ഇലോൺ ഉടനെ തന്നെ അതിന് തീരുമാനമുണ്ടാക്കും. എല്ലാവരും നന്നായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ട്രംപ് കുറിച്ചു. ഒരാഴ്ച നീളുന്ന ദൗത്യത്തിനായാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശത്ത് എത്തിയത്. സ്പേസ് എക്സിന്റെ സ്റ്റാർലൈനറിൽ തിരിച്ചത്. എന്നാൽ പേടകത്തിന് സാങ്കേതിക പ്രശ്നങ്ങൾ വന്നതോടെ ഇരുവരും ISSൽ കുടുങ്ങി. 7 ദിവസം കണക്ക് കൂട്ടിയ യാത്ര ഇപ്പോൾ 6 മാസം പിന്നിട്ടു. അതിനിടെ സ്റ്റാർലൈനർ പേടകം തിരിച്ചിറക്കി. നാസയുടെ ഏറ്റവും ഒടുവിലെ റിപ്പോർട്ട് പ്രകാരം 2025 ഫെബ്രുവരിയോടെ മാത്രമേ ഇരുവരെയും തിരികെ എത്തിക്കാനാകൂ. സ്പേസ് എക്സ് വിക്ഷേപിച്ച ക്രൂ 9 പേടകത്തിൽ ഇവരെ തിരികെ കൊണ്ടുവരാനാണ് തീരുമാനം. നേരത്തെ ക്രൂ 9 ദൗത്യത്തിൽ 4 സഞ്ചാരികളെ ബഹിരാകാശ നിലയത്തിലെത്തിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ സ്റ്റാർലൈനർ സഞ്ചാരികളെ തിരികെ എത്തിക്കേണ്ടതിനാൽ 2 പേരെ ഒഴിവാക്കുകയായിരുന്നു. അതേസമയം സുനിത വില്യംസും ബുച്ച് വിൽമോറും ഒറ്റപ്പെട്ടിട്ടില്ലെന്നും ആരോഗ്യത്തോടെയും ആത്മധൈര്യത്തോടെയുമായാണ് അവർ ബഹിരാകാശത്ത് കഴിയുന്നതെന്നും നാസ പ്രതികരിച്ചു. വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് വ്യാപാര സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. തുറമുഖം പൂർണ്ണ തോതിൽ പ്രവർത്തിക്കുന്നതോടെ നിർണായക വ്യാപാര കവാടമാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തിരുവനന്തപുരത്ത് നടന്ന വിഴിഞ്ഞം കോൺക്ലേവ് 2025 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിഴിഞ്ഞത്തിലൂടെ കേരളത്തെ വ്യാപാരത്തിന്റെയും ഉൽപാദനത്തിന്റെയും ആഗോള ഹമ്പാക്കുകയാണ് ലക്ഷ്യം. ഭാവിയിൽ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ തുറമുഖമായി വിഴിഞ്ഞം മാറും. ഇതിനായി സർക്കാരും ബന്ധപ്പെട്ട വകുപ്പുകളും വരും ദിനങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങൾ നിർണായകമാണ്. തെക്കേ ഏഷ്യയിലെ സവിശേഷമായ തുറമുഖമാണ് വിഴിഞ്ഞം. മറ്റ് തുറമുഖങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയാത്ത പ്രത്യേകതകൾ വിഴിഞ്ഞത്തിനുണ്ട്. വിഴിഞ്ഞത്തിലൂടെ രാജ്യത്തിന്റെ 50% ട്രാൻസ്ഷിപ്മെന്റ് പ്രവർത്തനങ്ങളും നടക്കും. നിലവിൽ ദുബായ്, കൊളംബോ തുടങ്ങിയ തുറമുഖങ്ങൾ വഴിയാണ് ഇത് നടക്കുന്നത്. കൊച്ചി, വിഴിഞ്ഞം തുറമുഖങ്ങളുമായി സംസ്ഥാനത്തെ ചെറുകിട തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച് ചരക്കു നീക്കം നടത്തുന്നതിനുള്ള നടപടികളുണ്ടാവും. അഴീക്കലിൽ പുതിയ തുറമുഖത്തിന്റെ പണി നടക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കിഫ്ബി സഹായത്തോടെ തിരുവനന്തപുരം, കൊല്ലം, പുനലൂർ ഇൻഡസ്ട്രിയൽ ട്രയാങ്കിൾ വികസിപ്പിക്കും. ഇതിന്റെ ഭാഗമായി വ്യത്യസ്ത വ്യവസായങ്ങൾ യാഥാർത്ഥ്യമാകുമെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് കാഴ്ചപ്പാട് തെറ്റാണെന്ന് സംസ്ഥാനത്തിന്റെ വിവിധ നേട്ടങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമാകുമെന്ന് വ്യവസായ മന്ത്രി P രാജീവ് അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പട്ടികയിൽ കേരളം 1ാം സ്ഥാനത്താണ്. കഴിഞ്ഞ 3-4 പതിറ്റാണ്ടായി കേരളത്തിൽ സമരത്തിന്റെ പേരിൽ വ്യവസായ കേന്ദ്രങ്ങളൊന്നും ആക്രമിക്കപ്പെട്ടിട്ടില്ല. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ നാം കൊച്ചു സംസ്ഥാനം എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. എന്നാൽ വിവിധ മേഖലകളിലെ നേട്ടങ്ങൾ പരിശോധിച്ചാൽ കേരളം വലിയ സംസ്ഥാനമാണെന്ന് വ്യക്തമാകും. രാജ്യത്ത് ഏറ്റവും അധികം 5 നക്ഷത്ര ഹോട്ടലുകൾ കേരളത്തിലാണുള്ളത്. വൻ നേട്ടങ്ങൾ കൊയ്ത വിവിധ വ്യവസായങ്ങളും കേരളത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതായി മന്ത്രി പറഞ്ഞു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കൊലപ്പെടുത്തുവാൻ അമേരിക്ക ശ്രമിച്ചെന്ന വെളിപ്പെടുത്തൽ. മാധ്യമപ്രവർത്തകൻ ടക്കർ കാൾസനാണ് പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. ദ ടക്കർ കാൾസൺ ഷോ എന്ന കാൾസന്റെ പോഡ്കാസ്റ്റിലാണ് വിവാദ പരാമർശം. ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കെയാണ് ഇത്തരത്തിലൊരു വധശ്രമമുണ്ടായതെന്ന് പറയുന്ന കാൾസൺ തന്റെ ആരോപണങ്ങളെ സാധൂകരിക്കുന്ന തെളിവുകൾ വിശദീകരിച്ചിട്ടില്ല. മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ മാറ്റ് ടേബിയുമായി നടത്തിയ പോഡ്കാസ്റ്റിലാണ് വിവാദത്തിന് വഴിതെളിക്കുന്ന വാദം കാൾസൺ ഉന്നയിച്ചത്. കാൾസൺ നടത്തിയ പരാമർശം വളരെ പെട്ടെന്ന് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. വിഷയത്തിൽ മുൻ പ്രസിഡന്റ് ജോ ബൈഡനോ അദ്ദേഹത്തിന്റെ സർക്കാരിലുണ്ടായിരുന്നവരോ പ്രതികരിച്ചില്ല. എന്നാൽ റഷ്യ ഇക്കാര്യത്തിൽ പ്രതികരണവുമായി എത്തി. വ്ളാഡിമിർ പുടിന്റെ സുരക്ഷയ്ക്ക് റഷ്യൻ സ്പെഷ്യൽ സർവീസ് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ക്രൈംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പ്രതികരിച്ചത്. വാർത്തയോട് ബൈഡൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 2020 US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെളിവുകളില്ലാതെ ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ ഫോക്സ് ന്യൂസ് കാൾസനെ പുറത്താക്കിയിരുന്നു. കാൾസൺ നടത്തിയ പരാമർശങ്ങൾ മൂലം ചാനലിനെ നിയമ നടപടികൾ നേരിടേണ്ടി വന്നിരുന്നു. ഇതിനുശേഷമാണ് തന്റെ പോഡ്കാസ്റ്റ് ഷോയുമായി ഇദ്ദേഹം രംഗപ്രവേശം നടത്തിയത്. റഷ്യ-യുക്രൈൻ യുദ്ധം നടക്കവേ യുക്രൈന് നൽകുന്ന സഹായത്തിനെതിരെയും കാൾസൺ സംസാരിച്ചിട്ടുണ്ട്.
അതിനിടെ യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഉടൻ തന്നെ കരാറുണ്ടാക്കിയില്ലെങ്കിൽ ഉപരോധം ഉൾപ്പെടെയുള്ള കടുത്ത സാമ്പത്തിക നടപടികളിലേക്ക് കടക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ ഉടനടി കരാറുണ്ടാക്കണമെന്നും അല്ലാത്ത പക്ഷം റഷ്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന നികുതിയും തീരുവയും ഉൾപ്പെടെ ചുമത്തുമെന്നായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ്. മാലിദ്വീപിന് നൽകാമെന്ന് പറഞ്ഞ സാമ്പത്തിക സഹായത്തിൽ ഇന്ത്യ പുനരാലോചിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ. ചൈനയുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടുവാനുള്ള മാലിദ്വീപിന്റെ ശ്രമങ്ങളെ തുടർന്നാണ് സാമ്പത്തിക സഹായത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ കൂടുതൽ ആലോചനയിലേക്ക് കടന്നത്. ചൈനയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ മാലദ്വീപിന്റെ റവന്യൂ വരുമാനത്തെ വലിയ തോതിൽ ബാധിക്കുമെന്നാണ് ഇന്ത്യയുടെ വിലയിരുത്തൽ. സ്വതന്ത്ര വ്യാപാര കരാർ മൂലം നികുതി ഇനത്തിൽ റവന്യൂ വരുമാനം മാലദ്വീപിന് ലഭിക്കുന്നത് കുത്തനെ കുറയും. 3 കോടി മുതൽ 4 കോടി ഡോളർ വരെ മാലദ്വീപിനെ നികുതി നഷ്ടമുണ്ടാകുമെന്നാണ് ഇന്ത്യ വിലയിരുത്തുന്നത്. മാലദ്വീപിനെ നികുതി നഷ്ടമുണ്ടാക്കുന്നതിന് പുറമെ ദക്ഷിണേഷ്യയിൽ വ്യാപാര അസന്തുലിതാവസ്ഥയ്ക്കും ചൈനയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ കാരണമാകും. തുർക്കിയുമായി സമാനമായ വ്യാപാര കരാർ മാലദ്വീപിനുണ്ട്. ഇതും ദ്വീപ് രാജ്യത്തിന് സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുന്നതാണ്. ഈ കാരണങ്ങൾ നിലനിൽക്കവേ സാമ്പത്തിക സുതാര്യതയില്ലാത്ത നടപടികളുമായി മാലദ്വീപിലെ ഭരണകൂടം മുന്നോട്ടു പോകുന്നതിൽ ഇന്ത്യക്ക് ആശങ്കയുണ്ട്. സാമ്പത്തിക ബാധ്യത കുറയ്ക്കാനുള്ള പരിഷ്കരണ നടപടികൾ സ്വീകരിക്കാൻ മുഹമ്മദ് മുയിസു ഭരണകൂടത്തിന് സാധിച്ചിട്ടുമില്ല. കഴിഞ്ഞ ഒക്ടോബറിൽ മാലദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥയെ സഹായിക്കാൻ ഇന്ത്യ സാമ്പത്തിക സഹായം അനുവദിച്ചിരുന്നു. 40 കോടി ഡോളറിന്റെ കറൻസി സ്വാപ്പ് ഡീലും 3000 കോടി രൂപയുടെ മറ്റൊരു കറൻസി സ്വാപ്പ് ഡീലും ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്താനായിരുന്നു ധാരണ. ഡോളറിന് പകരമായി പ്രാദേശിക കറൻസിയിൽ ഇടപാടുകൾ നടത്താനുള്ള സഹായം എന്ന നിലയിലാണ് ഇന്ത്യ സാമ്പത്തിക സഹായം അനുവദിച്ചത്. എന്നാൽ അനുഭാവപൂർവ്വം ഇന്ത്യ പ്രതികരിക്കുമ്പോഴും മാലദ്വീപിന്റെ ഭാഗത്തുനിന്ന് പുരോഗമനപരമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നില്ല എന്നത് ഇന്ത്യ ഗൗരവമായി എടുത്തിട്ടുണ്ട്. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.